സ്തോത്രം 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 ഹല്ലേലൂയ സ്തോത്രം 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 സ്തോത്രം. കാൽകരങ്ങൾ ഇരുമ്പാണികളാലേ, കാൽകരങ്ങൾ ഇരുമ്പാണികളാലേ ചേർത്തടിച്ചു പരനെ മരക്കുരിശിൽ, ചേർത്തടിച്ചു പരനെ മരക്കുരിശിൽ തൂങ്ങിക്കിടക്കുന്നു സ്നേഹസ്വരൂപൻ, തൂങ്ങിക്കിടക്കുന്നു സ്നേഹസ്വരൂപൻ. എനിക്കായി മരിച്ചു മരിച്ചു മരിച്ചു, എനിക്കായി മരിച്ചു മരിച്ചു മരിച്ചു. ആശ്ചര്യമേ ഇതു ആരാൽ വർണ്ണിച്ചിടാൻ, ആശ്ചര്യമേ ഇതു ആരാൽ വർണ്ണിച്ചിടാൻ. കൃപയേ 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 കൃപയേ. ചിന്തിയല്ലോ സുന്ദരക്തമെനിക്കായി, ചിന്തിയല്ലോ സുന്ദരക്തമെനിക്കായി. ദൂരത്തിരുന്ന ഈ ദ്രോഹിയാമെന്നെ, ദൂരത്തിരുന്ന ഈ ദ്രോഹിയാമെന്നെ ചാരത്തണച്ചിടുവാനേറ്റു കഷ്ടം, ചാരത്തണച്ചിടുവാനേറ്റു കഷ്ടം. കാരുണ്യനായകൻ കാൽവരി ക്രൂശിൽ, കാരുണ്യനായകൻ കാൽവരി ക്രൂശിൽ കാട്ടിയതാം അൻപിതോ അൻപിതോ അൻപിതോ, കാട്ടിയതാം അൻപിതോ അൻപിതോ അൻപിതോ. ആശ്ചര്യമേ ഇതു ആരാൽ വർണ്ണിച്ചിടാൻ, ആശ്ചര്യമേ ഇതു ആരാൽ വർണ്ണിച്ചിടാൻ. കൃപയേ 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 കൃപയേ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. റോസ് ഫാമിലി പേജിൽ ഒരു പ്രാവശ്യം കൂടെ കർത്താവിന്റെ വചനവുമായി നിൽക്കുവാൻ ദൈവം ഒരുക്കി തന്ന വിലയേറിയ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസി റോസലിനാന്റിയും കുടുംബത്തെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നന്ദിയും വന്ദനവും സ്നേഹവും അറിയിക്കുന്നു. ഇന്ന് രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് ഒരു തിരുവചനം വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. സ്തോത്രം. ഞാൻ വായിക്കാം. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ഇന്ന് രാത്രി ഞാൻ ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത് ആത്മാവിന്റെ ചിന്ത എന്നുള്ളതാണ്. ഹല്ലേലൂയ. നാം ഒന്ന് ചുറ്റും ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ ഈ രണ്ട് നമുക്ക് നമ്മുടെ ചുറ്റിലും കാണുവാൻ സാധിക്കും. ജഡത്തിന്റെ ചിന്തയും കാണാൻ സാധിക്കും, ആത്മാവിന്റെ ചിന്തയും കാണുവാൻ സാധിക്കും. ജഡത്തിന്റെ ചിന്ത മരണമാണ്. ഹല്ലേലൂയ. നാം എപ്പോഴും കേൾക്കാറുള്ളല്ലേ, നമ്മുടെ ചുറ്റും കണ്ണടിച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുള്ള മറ്റുള്ളവരുമായി സഹകരിക്കുമ്പോൾ നമുക്ക് കേൾക്കുവാൻ കഴിയുന്ന ഒരു കാര്യം, എന്തിനാ ജീവിക്കുന്നേ, മരിക്കണം മരിക്കണം. ഹല്ലേലൂയ. ഇങ്ങനെ പറയുന്ന വാക്കുകളാണ് നാം അധികവും കേൾക്കാറ്. ഒരുപാട് പേർക്ക് സമാധാനമില്ല, ആശ്വാസമില്ല, അവർക്കൊന്നിലും ആശ്വസിക്കുവാൻ കഴിയുന്നില്ല. അവരുടെ ചിന്തകളിൽ എപ്പോഴും മരണമാണ്. സ്തോത്രം. അവരുടെ ചിന്തകളിൽ എപ്പോഴും അവർക്ക് മരണമാണ്. എന്തിന് ഈ കഷ്ടത, എന്തിനിങ്ങനെ ജീവിക്കണം, എന്തിനിങ്ങനെ മുമ്പോട്ട് പോകണം, ആരെ പ്രസാദിപ്പിക്കാൻ, ആർക്ക് വേണം എന്നെ, ഇങ്ങനെയുള്ള ചിന്തകളാ. ഹല്ലേലൂയ. എനിക്കാരുമില്ല. ഇങ്ങനെയുള്ള ചിന്തകളിലൂടെ പോകുന്നവരാണ് അധികവും ഡിപ്രഷനിലായി പോകുന്നതും. തുടർന്ന് അവർ ആത്മഹത്യക്ക് ശ്രമിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊല്ലുക. ഇതൊക്കെ
ഇതിൽ നിന്ന് വരുന്നതാണ്, ജഡത്തിന്റെ ചിന്തയിൽ നിന്ന് വരുന്നത്. ഹല്ലേലൂയ. ജഡത്തിന്റെ ചിന്തയുമുണ്ട്, ആത്മാവിന്റെ ചിന്തയുമുണ്ട്. അപ്പൊ ജഡത്തിന്റെ ചിന്ത എന്ന് പറഞ്ഞാൽ, ജഡം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം, പുറമേ ഉള്ളിൽ കാണുന്ന ഈ മണ്ണ് കൊണ്ട് സൃഷ്ടിച്ച ഈ ശരീരമാണ് ജഡം. ഈ ജഡത്തിന്റെ ചിന്ത എന്ന് പറയുന്നത് മരണം. ഈ ജഡത്തിന് ഒന്നും ഇവിടെ സന്തോഷകരമായിട്ടുള്ളതൊന്നും കിട്ടാതെ വരുമ്പോൾ, ജഡത്തിനെ സംതൃപ്തിപ്പെടുത്തുവാൻ തക്കവണ്ണം ഭക്ഷണമാകട്ടെ, വസ്ത്രമാകട്ടെ, ജീവിത സാഹചര്യങ്ങളാകട്ടെ, സുഖ സൗകര്യങ്ങളാകട്ടെ ഇല്ലാതെ വരുമ്പോൾ, കുറവ് വരുമ്പോൾ മനുഷ്യൻ മരണത്തെപ്പറ്റി ചിന്തിക്കുന്നു. ഇനി അതിനെ അതിജീവിച്ചുകൊണ്ട് നല്ല കടബാധ്യതകളോ അതുപോലെ കടവും ലോണും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ജീവിതത്തിലേക്ക് ഏറ്റെടുത്തിട്ട് അതിന്റെ പരിണിത ഫലമായിട്ട് അല്ലെങ്കിൽ ഒരു കൂട്ടാളിയെ തേടി കണ്ടുപിടിച്ചിട്ട് ഹല്ലേലൂയ ജീവിതം നിരാശയിലേക്ക് പോകുന്നവർ, ജീവിതത്തെ കരുപ്പിടിപ്പിക്കാൻ കഴിയാതെ, ജീവിതത്തിൽ സന്തോഷിക്കുവാൻ കഴിയാതെ, ഒന്നിലും ഒന്ന് ആശ്വസിക്കുവാൻ, ആരിലും ഒന്ന് ആശ്വസിക്കുവാൻ കഴിയാതെ വരുന്നവർ പെട്ടെന്ന് അവർ ചിന്തിക്കുന്നത് മരണത്തെക്കുറിച്ചാണ്, ആത്മഹത്യയെക്കുറിച്ചാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നാം പത്രമാധ്യമങ്ങളിൽ അല്ലെങ്കിൽ മറ്റു ദൃശ്യമാധ്യമങ്ങളിലൊക്കെ നാം കേട്ട കാര്യമുണ്ട്. ഒരുപാട് ആത്മഹത്യകൾ, ഒരുപാട് കൊലപാതകങ്ങൾ നാം കേട്ടുകഴിഞ്ഞു. കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്തയായിരുന്നല്ലോ അഫാൻ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ കൊലപാതകങ്ങൾക്ക് ശേഷം താൻ ജയിൽവാസം അനുഭവിക്കുന്നു. അതിനുശേഷം ആ ജയിലിൽ വെച്ച് താൻ ആത്മഹത്യക്ക് ശ്രമിച്ചു. ഹല്ലേലൂയ. അത് സ്തോത്രം, അത് അവന്റെ ജീവിതത്തെ അതിനേക്കാൾ എല്ലാം താളം തെറ്റിച്ചിരിക്കുക. ഇതുവരെ സംഭവിച്ചതിനേക്കാൾ ഏറ്റവും വലിയ ഖേദകരമായിരിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ, ദയനീയമായ അവസ്ഥയിലാണ് ഇപ്പോൾ. നമ്മൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഒരു മനുഷ്യൻ ജഡത്തിൽ മാത്രം ആശ്രയിക്കുമ്പോൾ, ഈ ഭൂമിയിലെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം തങ്ങളുടെ ജീവിതത്തെ മാറ്റിവെക്കുമ്പോൾ, ഈ ഭൂമിയിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു മനുഷ്യൻ ജീവിക്കുമ്പോൾ, ഹല്ലേലൂയ, അവൻ അതിൽ സംതൃപ്തി വരുവാൻ കഴിയുന്നില്ല, സംതൃപ്തിപ്പെടുവാൻ കഴിയുന്നില്ല, അവന് ആശ്വസിക്കുവാൻ കഴിയുന്നില്ല. അവനെ ആശ്വസിപ്പിക്കുവാൻ ആരെയെങ്കിലും കണ്ടെത്തണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു, പക്ഷേ അതും സാധിക്കുന്നില്ല. അങ്ങനെ ആഗ്രഹിച്ചാൽ പോലും അതും അവന്റെ ജീവിതത്തിൽ പരാജയത്തിൽ കൊണ്ടെത്തിക്കുന്ന അനുഭവം. ഹല്ലേലൂയ. അതും അവന്റെ ജീവിതത്തിൽ പരാജയത്തിലേക്ക് നടത്തപ്പെടുന്ന അനുഭവം ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? വളരെ നാളുകൾ സ്നേഹിച്ച് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിരുന്ന ഹല്ലേലൂയ രണ്ട് വ്യക്തികൾ തമ്മിൽ വിവാഹ ജീവിതം കഴിയുമ്പോൾ ചില നാളുകൾക്ക് ശേഷം ഹല്ലേലൂയ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിയെടുക്കുന്ന അനുഭവം നാം കേട്ടിട്ടില്ലേ? നാം കണ്ടില്ലേ? കഴിഞ്ഞ ദിവസങ്ങൾ, കഴിഞ്ഞ മാസത്തിൽ നാം കേട്ടില്ലേ? ഹല്ലേലൂയ. കഴിഞ്ഞ മാസത്തിൽ നാം കേട്ടു. ഹല്ലേലൂയ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിമരിച്ച ദമ്പതികൾ. എന്താ അവസ്ഥകൾ! ഹല്ലേലൂയ. ഇതൊക്കെ എന്താണെന്നറിയാം, ഞാൻ പറഞ്ഞു വരുന്നത്, ഇതൊക്കെ ജഡത്തിന്റെ ചിന്ത ഭരിക്കുന്നവരുടെ ജീവിതമാണ് ഇങ്ങനെ തകർന്നു പോകുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. ജഡത്തിന്റെ ചിന്ത ഭരിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, ഈ ലോകത്തിൽ അവരുടെ ആത്മാവിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നേയില്ല. അവരുടെ ജീവിതത്തിൽ ദൈവം വെച്ചിരിക്കുന്ന ഒരു ആത്മാവുണ്ട്, ഒരു ജീവന്റെ ആത്മാവുണ്ട്. അതവർ കാണുന്നില്ല, അവരതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, അവർക്കതിനെ ഹല്ലേലൂയ പോഷിപ്പിക്കേണ്ട, അവർക്കതിന് യാതൊന്നും മൈൻഡ് പോലും ചെയ്യാത്ത അനുഭവങ്ങളുള്ളവർ, അങ്ങനെയുള്ളവരാണ് ഇങ്ങനെ നശിച്ചു പോകുന്നത്. ആത്മീയ ജീവിതമെന്ന് ഹല്ലേലൂയ ആത്മീയമായി ജീവിക്കുന്നു അല്ലെങ്കിൽ വിശ്വാസത്തിൽ ജീവിക്കുന്നു എന്ന് പറയുന്നവർ പോലും ഇന്ന് അവർക്ക് നിലനിൽക്കുവാൻ കഴിയാത്ത അവസ്ഥയിൽ ജഡത്തിന്റെ ചിന്ത അവരെ കൊന്നുകൊണ്ടിരിക്കുക. ജഡത്തിന്റെ ചിന്ത അവരെ മരണത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുക. ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിന്റെ അവസാനമോ മരണ വഴികളത്രേ. നല്ല നല്ല കാര്യങ്ങൾ ഇങ്ങനെ അങ്ങ് ചെയ്താൽ, അല്ലെങ്കിൽ ഈ ജോലി ചെയ്താൽ, അല്ലെങ്കിൽ ഈ വഴിക്ക് പോയാൽ നല്ലതാണെന്ന് ചിന്തിച്ചുകൊണ്ടാണ് ജീവിതത്തിലെ പല തീരുമാനങ്ങളും പലരും എടുക്കുന്നത്. നല്ലതാണെന്ന് ഓർത്തുകൊണ്ട്, നല്ലതാണെന്ന് ചിന്തിച്ചുകൊണ്ട് പല തീരുമാനങ്ങളും എടുത്ത് അതിലേക്ക് കാൽ വയ്ക്കുമ്പോൾ, ചുവട് വയ്ക്കുമ്പോൾ വലിയ ലാഭമുണ്ടാക്കാം. വലിയ കാര്യങ്ങൾ, വലിയ നല്ല നല്ല കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടാ ഇന്നതൊക്കെ എനിക്ക് നേടാമെന്ന് ചിന്തിച്ചുകൊണ്ട്, ആലോചനകൾ ചെയ്തുകൊണ്ട്, ആലോചിച്ചുകൊണ്ട് മുമ്പോട്ട് വയ്ക്കുന്ന ചുവടുകൾ പിഴച്ചു പോകുന്നു. എന്താ അതിന്റെ ഒടുവിൽ, അതിന്റെ അവസാനമോ മരണവഴികളത്രേ. സ്തോത്രം. ഒടുവിൽ കൊണ്ടെത്തിക്കുന്നത് മരണത്തിൽ, അല്ലെങ്കിൽ മരണത്തിലേക്കുള്ള, ആത്മഹത്യയിലേക്കുള്ള ചിന്തകളെ കൊണ്ടെത്തിക്കുക. ഹല്ലേലൂയ. വളരെ വളരെ ദയനീയമായിരിക്കുന്ന അനുഭവങ്ങൾ. സ്തോത്രം. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ ഉള്ളിൽ ഒരു ആത്മാവിനെ വെച്ചിട്ടുണ്ട്. അതിനെ നാം ഒന്ന് പോഷിപ്പിക്കുവാൻ കഴിയുന്നുണ്ടോ?
അതിനെ നമുക്കൊന്ന് പോഷിപ്പിക്കുവാൻ പറ്റുന്നുണ്ടോ? അതിനെക്കുറിച്ച് നാം ചിന്തിക്കുന്നുണ്ടോ? ഇവിടെ നാം വായിച്ച വാക്യത്തിൽ ഇങ്ങനെയാണ് വായിച്ചത്, ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ, ഹല്ലേലൂയ, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ജീവനും സമാധാനവും തന്നെ. ആത്മാവിന് വേറെ ഒന്നും ചിന്തിക്കാനില്ല. ആത്മാവിൽ ചലിക്കുന്നവർ, ആത്മാവിൽ ജീവിക്കുന്നവർക്ക് വേറെ ഒന്നും വേണ്ട. അവർക്ക് ജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ജീവിക്കണം എന്നുള്ളത് സത്യം തന്നെ. ദൈവം ആയുസിട്ട സമയം വരെയും, ദൈവത്തിന്റെ സമയം നിശ്ചയിച്ച സമയം വരെയും നമുക്ക് ദൈവം ഇവിടെ അനുവദിച്ചു തരും. അത് അങ്ങനെ തന്നെ. പക്ഷേ ഇവിടെ ആത്മാവ് ആഗ്രഹിക്കുന്ന ജീവൻ എന്താ? നിത്യജീവൻ. ഓ ഹല്ലേലൂയ, നിത്യജീവനാണ് ആത്മാവിന്റെ ചിന്ത. ആ നിത്യജീവനിലേക്ക് ഇവനെ എത്തിക്കണം. ഈ മനുഷ്യനെ നിത്യജീവനിലേക്ക് എത്തിക്കണം. എന്റെ ആത്മാവ് ചിന്തിക്കുന്നത് എന്നെ നിത്യജീവനിൽ പ്രവേശിപ്പിക്കണം. എനിക്ക് സമാധാനം വരണം. എന്നിലുള്ള ആത്മാവിന്റെ ചിന്ത ഏതാ? ഞാൻ ആ ആത്മാവിനെ ഒന്ന് വിചാരിച്ചുകൊണ്ട് ആ ആത്മാവിന്റെ ചിന്തകൾക്കും വിചാരങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും ഒത്തവണ്ണം എന്റെ ജഡത്തെ ഞാൻ നടത്തിയാൽ, ഹല്ലേലൂയ, അവിടെയാണ് ദൈവത്തിന്റെ വൻ കാര്യങ്ങൾ നടക്കുവാനിടയാകുന്നത്. അവിടെയാണ് ദൈവത്തിന് പ്രസാദം. അവിടെയാണ് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം വെളിപ്പെടുന്നത്. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം അവിടെയാണ് വെളിപ്പെടുന്നത്. കാരണം എന്റെ ആത്മാവിന് വേണ്ടിയുള്ളത് ഞാൻ കരുതുമ്പോൾ, ഞാൻ ചെയ്യുമ്പോൾ, ഞാൻ ചിന്തിക്കുമ്പോൾ എന്താണ് എന്റെ ആത്മാവിന് വേണ്ടത്? എന്റെ ജഡത്തിന് വേണ്ടത് ഭക്ഷണം വേണം, വസ്ത്രം വേണം, ഹല്ലേലൂയ, എന്റെ കണ്ണുകൊണ്ട് നല്ല കാഴ്ചകൾ കാണണം, ഹല്ലേലൂയ, നാവുകൊണ്ട് തമാശകൾ പറയണം, ചിരിക്കണം, സന്തോഷിക്കണം. ഇങ്ങനെയൊക്കെയാണ് എന്റെ ജഡത്തിന്റെ ഇഷ്ടങ്ങൾ. നല്ല ഭക്ഷണം കഴിക്കണം, നല്ല വീട്ടിൽ പാർക്കണം, നല്ല കാറിൽ സഞ്ചരിക്കണം, നല്ല നല്ല ആളുകളുമായിട്ടൊക്കെ കൂട്ടായ്മ വേണം, സന്തോഷം വേണം, അവരുമായിട്ട് സമയങ്ങൾ ചെലവിടണം. ഇതൊക്കെയാണ് നമ്മുടെ ജഡത്തിന്റെ ഇഷ്ടങ്ങൾ, ചിന്തകൾ, വിചാരങ്ങളൊക്കെ. എന്നാൽ നമ്മുടെ ആത്മാവിന്റെ ചിന്ത എന്താ? സ്തോത്രം. ആത്മാവിന് സ്തോത്രം. ഒരു നല്ല ബിരിയാണി കൊടുത്താൽ ആത്മാവിന് തൃപ്തമാകുമോ? തൃപ്തിപ്പെടാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ഹല്ലേലൂയ. നമ്മുടെ ആത്മാവിന് വേണ്ടത് ജീവന്റെ ചിന്തകൾ, ജീവന്റെ ആത്മാവിന്റെ പ്രമാണമാണ് നമ്മുടെ ആത്മാവിന് വേണ്ടത്. രണ്ടാമത് സമാധാനമാണ് വേണ്ടത്. നമ്മുടെ ഉള്ളത്തിൽ, ഹല്ലേലൂയ, സമാധാനത്തിന്റെ മാർഗത്തിലേക്ക് നാം നടത്തപ്പെടുന്നുവെങ്കിൽ, ഹല്ലേലൂയ, നമ്മുടെ ആത്മാവ് സന്തോഷിക്കും. സ്തോത്രം. ഇവിടെ പറയുന്നു ജീവനും സമാധാനവും തന്നെ. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. പറഞ്ഞില്ലേ, ജഡത്തിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജഡത്തിന് വേണ്ടുന്നതൊക്കെ കിട്ടണം. അതിന് ദൈവത്തിന്റെ ചിന്തകളോട്, ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാണ്. ദൈവമായിരിക്കുന്ന ദൈവത്തിന്റെ കാര്യം പറയുക പോലും വേണ്ട. ദൈവത്തിന്റെ കാര്യം പറഞ്ഞാൽ ഇഷ്ടമേ അല്ല. നിങ്ങൾ അങ്ങനെയുള്ള വ്യക്തികളെ ഓർത്തോണം. ദൈവം എന്ന് പറയല്ലേ, ദൈവം നോക്കിക്കോളും, ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവമാണ് ഇതിനെല്ലാം കാരണക്കാരൻ. ഇങ്ങനെ ചില വ്യക്തികളോട് പറയുമ്പോൾ അവർ തിരിച്ച് നമ്മെ മറുതലിക്കും, നമ്മളോട് അവർ എതിർക്കും, ശക്തമായിട്ട് എതിർക്കും, ചീത്ത വിളിക്കും. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാണ്. ജഡത്തിന്റെ ചിന്ത ഭരിക്കുന്ന വ്യക്തികൾ ദൈവത്തോട് ശത്രുത്വമാണ്, ദൈവമക്കളോടും ശത്രുത്വമാണ് അവർക്ക്. അതുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത്. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല. ദൈവത്തിന്റെ ചില പ്രമാണങ്ങളൊക്കെ ഉണ്ട്. ദൈവം ആത്മാവിന്റെ ചില പ്രമാണങ്ങളൊക്കെ വചനത്തിലൂടെ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിനോടൊന്ന് യോജിക്കുവാൻ കഴിയാത്തൊരവസ്ഥയാണ് ജഡത്തിന്റെ ചിന്ത എന്ന് പറയുന്നത്. സ്തോത്രം. കീഴ്പ്പെടുവാൻ കഴിയുകയില്ല. ദൈവത്തിനോ ദൈവത്തിന്റെ ന്യായപ്രമാണങ്ങൾക്കോ കീഴ്പ്പെടുവാൻ ജഡത്തിന്റെ ചിന്തയുള്ളവർക്ക് സാധിക്കത്തില്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനും കഴിയത്തില്ല. ഈ ജഡസ്വഭാവം വെച്ചുകൊണ്ട് പള്ളിയിൽ പോകുന്നവരും അമ്പലത്തിൽ പോകുന്നവരും അതുപോലെ ദൈവത്തെ വിളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എവിടെ പോയാലും, സ്തോത്രം, ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. സ്തോത്രം. ജഡത്തിന്റെ ചിന്ത മരണം തന്നെയാണ്. സ്തോത്രം. 5-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ഒരു വ്യക്തിയിൽ തന്നെയുള്ള രണ്ട് സ്വഭാവങ്ങളാണ്, ജഡത്തിന്റെ സ്വഭാവവും ആത്മസ്വഭാവവും. അപ്പൊ ജഡസ്വഭാവമുള്ളവർക്ക് ഒരിക്കലും ആത്മാവിനുള്ളതോ അല്ലെങ്കിൽ ദൈവത്തിനുള്ളതോ ചിന്തിക്കുവാൻ സാധിക്കത്തില്ല. ആത്മസ്വഭാവമുള്ളവർക്ക് ആത്മാവിൽ മാത്രം, ആത്മാവിന്റെ കാര്യങ്ങൾ മാത്രമേ അവർക്ക് ചിന്തിക്കുവാൻ കഴിയത്തുള്ളൂ. ജഡത്തിന്റെ കാര്യങ്ങൾ വരുമ്പോൾ അവരതിനെ മൈൻഡ് ചെയ്യത്തില്ല, കാര്യമാക്കത്തില്ല. സ്തോത്രം.
ഹല്ലേലൂയ. ഇന്ന് നാം ചുറ്റുപാടും കണ്ണോടിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന വലിയൊരു സത്യമാണിത്. എത്ര പേർ ഇത് മനസ്സിലാക്കുന്നു? ആത്മാവിലേക്ക് വന്നവർ, വിശ്വാസത്തിലേക്ക് വന്നവർ എത്ര പേർ ഈ സത്യത്തെ മനസ്സിലാക്കുന്നു? ഈ സത്യത്തെ അനുസരിച്ച് എത്ര പേർ ജീവിക്കുവാൻ ശ്രമിക്കുന്നു? അങ്ങനെയുള്ളവർക്ക് ജീവനും സമാധാനവുമുണ്ട്. ആത്മാവിന്റെ ചിന്തയിലേക്ക് നടത്തപ്പെടുന്നവർക്ക് ജീവനും സമാധാനവുമുണ്ട്. അവർക്ക് ഈ ഭൂമിയിൽ എന്ത് വിഷയം അവരുടെ നേരെ വന്നാലും അവർ ദൈവത്തിൽ സന്തോഷിക്കും, ദൈവത്തിൽ ആനന്ദിക്കും. അവർ ദൈവത്തോട് കാര്യങ്ങൾ പറയും, ദൈവത്തോട് സംസാരിക്കും. ദൈവം അവർക്ക് പരിഹാരവും നൽകും. ഹല്ലേലൂയ. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് താഴെ ചിന്തിക്കുവാനുണ്ട്. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്രേ. ദൈവത്തിന്റെ ആത്മാവ് വസിക്കാത്തൊരു വ്യക്തിക്ക് എങ്ങനെ ജഡത്തിൽ നിന്ന് വിട്ടുപോരുവാൻ കഴിയും? ഈ ജഡത്തിന്റെ ഉള്ളിൽ ദൈവം ആക്കിയിരിക്കുന്ന ആത്മാവിലേക്ക് പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിനെ നാം പ്രാപിക്കുമ്പോഴാണ് നമുക്ക് സ്തോത്രം സ്തോത്രം സ്തോത്രം. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്രേ. ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന ഒരു മനുഷ്യൻ അവന് ജഡസ്വഭാവമല്ല, അവനിൽ നിന്ന് വെളിപ്പെടുന്നത് ആത്മസ്വഭാവമാണ്. ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം, കർത്താവിന്റെ വഴികളിൽ നടക്കണം, കർത്താവിന് വേണ്ടി ചിലതൊക്കെ പ്രവർത്തിക്കണം. കർത്താവിന്റെ നാമം മഹത്വമെടുക്കണം. റോസനാന്റിയൊക്കെ ചെയ്യുന്നത് പോലെ സദാസമയം കർത്താവിന് വേണ്ടി പ്രയർ ഗ്രൂപ്പ് ലീഡ് ചെയ്യുക, അതുപോലെ ലൈവ് ലീഡ് ചെയ്യുക. സ്തോത്രം. അങ്ങനെ വിവിധമായിരിക്കുന്ന അനുഭവങ്ങളിൽ കൂടി കർത്താവിന്റെ വേല തികയ്ക്കണം. കർത്താവിന് പ്രസാദം വരുന്നത് ചെയ്യണം. ഓടുക, അധ്വാനിക്കുക, ദൈവമക്കളെ പോയി കാണുക, കഷ്ടതയിൽ അവരെ സഹായിക്കുക, കഷ്ടതയിൽ അവരോട് കൂട്ടായ്മ കാണിക്കുക, അവരെ ആശ്വസിപ്പിക്കുക, ധൈര്യപ്പെടുത്തുക, ബലപ്പെടുത്തുക. ഇങ്ങനെ ദൈവത്തിന്റെ പ്രസാദമുള്ളത്, ആത്മാവിനുള്ളതെല്ലാം അവർ ചിന്തിച്ചു. ഒരു ആത്മാവ് നശിച്ച് പോകാതിരിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ നാശത്തിലേക്ക് പോകാതിരിക്കുവാൻ വേണ്ടി എന്തെല്ലാം ചെയ്യുവാൻ കഴിയുമോ അതിനെല്ലാം വേണ്ടി ഓടുന്ന അനുഭവം. ഹല്ലേലൂയ. ദാസിയെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. അങ്ങനെയുള്ള വ്യക്തികൾ അവർക്ക് എന്താ, അവർ ആത്മാവ് അവരിൽ വസിക്കുന്നു. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ നിങ്ങൾ ജഡസ്വഭാവമുള്ളവരല്ല, നിങ്ങൾ ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. യേശു ക്രിസ്തുവിന്റെ ആത്മാവ് ഇല്ലാത്തവൻ സ്തോത്ര ക്രിസ്തുവിൻ ദൈവത്തിലുള്ളവനല്ല. സ്തോത്ര. ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിൽ ഈ ശരീരം പാപം നിമിത്തം ഈ ശരീരം നമുക്ക് നഷ്ടമായി പോകേണ്ടതാ, അല്ലെങ്കിൽ ഇത് നശിച്ചു പോകേണ്ടതാ. ഈ മണ്ണിനോട് ചേരേണ്ടതാ. എന്തുകൊണ്ടാ? നിങ്ങളോ ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിലോ നിങ്ങളുടെ ശരീരം പാപം നിമിത്തം ഈ ഭൂമിയിൽ ചേരേണ്ടതാകുന്നു, മരിക്കേണ്ടതാകുന്നു. സ്തോത്രം. എന്നാൽ ആത്മാവ് നീതി നിമിത്തം ജീവനുള്ളതാകുന്നു. ഇതിനകത്തുള്ള ആത്മാവ് നീതി നിമിത്തം. ഏതാ നീതി? റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നൊരു നീതീകരണമുണ്ട് അവിടെ നമുക്ക്. ഇതാണ് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അവിടെ നീതിയും സമാധാനവും ഒക്കെ ആ ഒരൊറ്റ വാക്യത്തിൽ വരുന്നുണ്ട്. നാം ഇവിടെ കാണുന്ന ജീവന്റെ അല്ലെങ്കിൽ ആത്മാവിന്റെ ചിന്തയുള്ളവർക്ക്, അല്ലെങ്കിൽ ആത്മാവിന്റെ സ്വഭാവമുള്ളവരുടെ മേൽ വെളിപ്പെടുന്ന നീതിയും സമാധാനവുമെല്ലാം റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ വെളിപ്പെടുന്നുണ്ട്. അവിടെ നാം കണ്ടത് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. എവിടെ? യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ. ഇവിടെ പറയുന്നു ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിൽ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. നമ്മളിലുള്ള ആത്മാവ് നീതി നിമിത്തം, അതായത് യേശു ക്രിസ്തുവിന്റെ വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെട്ടു. ആ നീതി നിമിത്തം നമുക്ക് സ്തോത്രം ജീവനുണ്ട് എന്നാണ് അവിടെ പഠിപ്പിക്കുന്നത്. അല്പം ബുദ്ധിമുട്ടാണിത്. ജീവനും ആത്മാവും സമാധാനവും എല്ലാം കൂടി കൂടിക്കലർന്ന് എപ്പോഴും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു പുസ്തകമാണ് റോമാലേഖനം. നമുക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട് എങ്കിലും ഇത്രയും നാം മനസ്സിലാക്കിയാൽ മതി. ജഡസ്വഭാവമുള്ള മനുഷ്യൻ, ആത്മസ്വഭാവമുള്ള മനുഷ്യൻ. ജഡസ്വഭാവമുള്ള മനുഷ്യന് ജഡത്തിലുള്ളത് മാത്രമേ ചിന്തിക്കുവാൻ കഴിയുള്ളൂ. അവന് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. അവന് ദൈവമായിട്ടൊരു കൂട്ടായ്മയില്ല. ദൈവമായിട്ടുള്ള യാതൊരു കാര്യങ്ങൾക്കും അവൻ അംഗീകരിക്കാൻ പറ്റത്തില്ല. എന്നാൽ ആത്മമനുഷ്യൻ അങ്ങനെയല്ല. അവന് ജീവനുണ്ട്, സമാധാനമുണ്ട്. ആത്മമനുഷ്യന് സകല
ആത്മീയ കാര്യങ്ങൾക്കും വേണ്ടി ഓടേണ്ടതുണ്ട്, ചെയ്യേണ്ടതുണ്ട്, അതിനുവേണ്ടി ജീവിക്കേണ്ടതുണ്ട്. ജീവന അവന് ആത്മാവിൽ അവൻ ജീവിച്ചുകൊണ്ടിരിക്കുക. അവന് സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. എല്ലാ കാര്യങ്ങളിലും പരാജയം അവന്റെ മുമ്പിൽ കാണുമ്പോൾ അവൻ ദൈവത്തിൽ ആശ്രയിക്കും. വൻ കൃപ അവൻ അനുഭവിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ വൻ കൃപ അനുഭവിച്ചുകൊണ്ട് ആത്മാവിൽ തന്നെ ജീവിക്കും. ആത്മാവിന് വേണ്ടിയുള്ളത് അവൻ ചെയ്യും. ഹല്ലേലൂയ. ജഡ സ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല. ക്രിസ്തു ഉണ്ടെങ്കിൽ പാപനിമിത്തം ഈ ശരീരം പാപനിമിത്തം ഇത് മരിച്ചു പോകും, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകും, നശിച്ചു പോകും. എന്നാൽ ഹല്ലേലൂയ നമ്മളിലുള്ള ആത്മാവ് നീതി നിമിത്തം ജീവനായി തീരും, ജീവിപ്പിക്കും. അല്ല, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ്. ആരുടെ ആത്മാവ്? അത് പിതാവായ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യശരീരങ്ങളെയും ജീവിപ്പിക്കും. ഈ ഒരു വിഷയം നല്ലൊരു വിഷയമാണ്. ഹല്ലേലൂയ. ഏതാണ് വിഷയം? യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ്. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് ആരുടെയാ? പിതാവായ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, നമ്മളിൽ ആ പിതാവായ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുവേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ, ഈ യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട്, നമ്മളിൽ വസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. നമ്മുടെ ഈ മർത്യ ശരീരം ഇവിടെ മണ്ണോട് മണ്ണായിട്ട് തീർന്നാലും, ഹല്ലേലൂയ, മനസ്സിലായോ? ആദ്യം പറഞ്ഞില്ലേ, ക്രിസ്തുവില്ലാത്തവൻ മരിച്ചു പോകും, ക്രിസ്തുവുള്ളവൻ ജീവനിൽ പ്രവേശിക്കും. ഹല്ലേലൂയ. അപ്പം ഇവിടെ പറയുന്നു, ആ യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നുവെങ്കിൽ നമ്മളിലുള്ള ദൈവം ഏൽപ്പിച്ചു തന്ന ആത്മാവിനാൽ, ഹല്ലേലൂയ, ആ പിതാവായ ദൈവത്തിന്റെ ആത്മാവ്, ഹല്ലേലൂയ, നമ്മളെയും നമ്മുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ഇത് മണ്ണോട് മണ്ണായിട്ട് തീർന്നാലും ഈ മർത്യ ശരീരവുമായി ഒരിക്കൽ നാം ജീവനിൽ കടക്കുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ആത്മാവിന്റെ അധികാരം കൊണ്ട് ജഡത്തിന്റെ ഇച്ഛകളെ, ചിന്തകളെ, അല്ലെ വിചാരങ്ങളെ എല്ലാം നാം കീഴ്പ്പെടുത്തിക്കൊണ്ട് യേശു ക്രിസ്തുവിനായി ജീവിക്കുന്നുവെങ്കിൽ നമ്മുടെ മർത്യ ശരീരങ്ങൾ, ഇവിടെ നശിച്ചു പോകുന്ന ഈ മർത്യ ശരീരങ്ങളെയും അവൻ ഉയർപ്പിക്കും. യേശു ക്രിസ്തു തന്റെ ശരീരത്തോടു കൂടെ കടന്നു പോയതുപോലെ തന്നെ നമ്മുടെ മർത്യ ശരീരങ്ങളെയും അവൻ ഉയർപ്പിക്കും. നാമും ഹല്ലേലൂയ അവനിലേക്ക്, ഹല്ലേലൂയ അവങ്കലേക്ക്, ഹല്ലേലൂയ നാമും പറന്നുയരും. സ്തോത്രം. അതിനുവേണ്ടിയല്ലേ നാം കാത്തിരിക്കുന്നത്? അല്ലെ, ഈ നാളുകളിൽ നാം അതിനുവേണ്ടിയല്ലേ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്? കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തില്ലേ? ഹല്ലേലൂയ, കർത്താവിന്റെ വരവ് ഏറ്റവും സമീപമായില്ലേ? ഇനി അധികം കാലങ്ങളില്ല കേട്ടോ. ഹല്ലേലൂയ, ഇനി അധികം കാലമില്ല. ഹല്ലേലൂയ, നമുക്ക് ഹല്ലേലൂയ നോക്കി നിന്ന് സമയം കളയുവാനില്ല. സ്തോത്രം. നാം ഇനി ശുദ്ധീകരണം പ്രാപിക്കുക, ഓരോ ദിവസവും ശുദ്ധീകരണം പ്രാപിക്കുക, ഓരോ ദിവസവും നാം കർത്താവിനോട് ചേരുക, ഓരോ ദിവസവും പാപത്തെ നാം വെറുക്കുക, ഓരോ ദിവസവും പാപത്തിൽ നിന്ന് നാം ഓടി ഒളിക്കുക. കർത്താവിന്റെ ഹല്ലേലൂയ ആ കുരിശിന്റെ മറവിലേക്ക്, ഹല്ലേലൂയ കുരിശിന്റെ മറവിലേക്ക് നാം ഹല്ലേലൂയ മറയുക. യേശു ക്രിസ്തുവിന്റെ മാർവിലേക്ക് നാം ചാരുക. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പാട്ടുകാരൻ പറയുന്നത് പോലെ എന്റെ മകൻ എഴുതിയൊരു പാട്ടാണ്. ഹല്ലേലൂയ. നിന്മാർവോടു ചേരട്ടെ ഞാൻ യേശുനാഥ ഇന്നേരം, നീയാണൻ എല്ലാമെല്ലാം, എന്നുമെന്നും എൻ പിതാവ്. ഞാനാകന്നാലും നീയാകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. ഞാൻ അകന്നാലും നീ അകലില്ല, ഞാൻ മറന്നിട്ടും നീ സ്നേഹിച്ചു എന്നെ. ഹല്ലേലൂയ. എന്റെ എല്ലാം നീയേ. ഒടുവിൽ എങ്ങനെയാ പറഞ്ഞു? എന്റെ ജീവനും പ്രാണനും നീയേ. ഹല്ലേലൂയ. പാട്ട് യൂട്യൂബിൽ കിടപ്പുണ്ട്. നിന്മാർവോട് ചേരട്ടെ ഞാൻ അടിച്ചു കൊടുത്താൽ കിട്ടും. ഹല്ലേലൂയ. നല്ല പാട്ടാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതമാണ് ആ പാട്ട്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതമാ. ഹല്ലേലൂയ. നിന്മാർവോട് ചേരട്ടെ ഞാൻ നിന്നെ വിട്ടുപോയിട്ടും, ഞാൻ നിന്നിൽ നിന്ന് അകന്നു പോയിട്ടും നീ എന്നിൽ നിന്ന് അകന്നില്ല. ഞാൻ നിന്നെ മറന്നു കളഞ്ഞിട്ടും നീ എന്നെ മറന്നില്ല. ഹല്ലേലൂയ. അതാണ് ആ ഗാനത്തിന്റെ, ആ പാട്ടിന്റെ വരികൾ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തോട് ചേർത്ത് പിടിക്കുന്ന ഒരു പാട്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിന്റെ മാറോട് ചാരുവാൻ ഇനി നമുക്ക് എന്തിനാ താമസം? ഇനി എന്തിനാ നാം താമസിക്കുന്നേ? നമുക്ക് കർത്താവിനോട് അടുത്ത് ചെല്ലുവാൻ ഇന്ന് നാം എന്തിനാ താമസിക്കുന്നേ? നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തു കഴിഞ്ഞു കേട്ടോ. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തു കഴിഞ്ഞു. ഈ ദിവസങ്ങളിൽ നമുക്ക് കർത്താവിന് വേണ്ടി ഒരുങ്ങാം. ഈ
ദിവസങ്ങളിൽ ഹല്ലേലൂയ ജഡത്തിന്റെ ചിന്തയെ പൂർണ്ണമായി ചവിട്ടിക്കൊണ്ട്, ജഡത്തിന്റെ ചിന്തയെ ഹല്ലേലൂയ ആത്മാവിന്റെ ചിന്ത കൊണ്ട് നാം കീഴ്പ്പെടുത്തിക്കൊണ്ട് ഹല്ലേലൂയ കർത്താവിലേക്ക് തന്നെ, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ ക്രിസ്തു ഹല്ലേലൂയ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുക. അതാണ് ആത്മാവിന്റെ ചിന്ത. ആത്മാവിന്റെ ചിന്ത എന്ന് പറയുന്നത് ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് ചിന്തിക്കുക. അതാണ് ആത്മാവിന്റെ ചിന്ത. ഹല്ലേലൂയ. അവിടെ നമുക്ക് ദുഃഖമില്ല, മുറവിളിയില്ല, കണ്ണുനീരില്ല, ഹല്ലേലൂയ കഷ്ടതയില്ല, ഹല്ലേലൂയ ഒന്നും അവിടെ നാം ഇന്ന് അനുഭവിക്കുന്ന യാതൊരു വിധത്തിലുള്ള പ്രയാസങ്ങളോ ഒന്നുമില്ല. അവൻ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുന്നവനാ. നമ്മെ വിട്ടുകൊടുക്കാത്തവൻ, ഹല്ലേലൂയ നമ്മെ ദുഷ്ടന് വിട്ടുകൊടുക്കാത്തവൻ, നമ്മെ കണ്ണുനീരിനോ കഷ്ടതയ്ക്കോ ഹല്ലേലൂയ വിട്ടുകൊടുക്കാതെ ഹല്ലേലൂയ ദിവ്യ സമാധാനത്തിലേക്ക് നടത്തുന്ന നമ്മുടെ പൊന്നു കർത്താവ്. ഹല്ലേലൂയ അവന്റെ മാർവിലേക്ക് ചാരാം. ഈ ദിവസങ്ങളിൽ അവന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ഹല്ലേലൂയ നമ്മുടെ മർത്യ ശരീരങ്ങളെ അവൻ ഉയർപ്പിക്കും. എന്താ കാരണം? ഹല്ലേലൂയ ക്രിസ്തു നമ്മളിൽ വസിക്കുന്നത് കൊണ്ട്. ഹല്ലേലൂയ നാം ജീവൻ, ആത്മാവിന്റെ ചിന്ത ജീവനും സമാധാനവുമായതുകൊണ്ട് ആത്മാവിന് വേണ്ടി ചിന്തിക്കുക, ഒരുങ്ങുക, ദൈവിക സമാധാനം പ്രാപിക്കുക. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തു. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം.